പൊന്നാനിയിലെ പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കാനുള്ള പ്രധാന സാങ്കേതിക കടമ്പ നീങ്ങി. പൊന്നാനിക്ക് 45 കോടിയുടെ സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനമായി. കെ.പി. നൌഷാദ് അലി എം.എൽ.എയുടെ ഇടപെടലിനെ തുടർന്നാണ് സാങ്കേതിക കുരുക്കുകൾ അഴിച്ചത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പൊന്നാനി പഴയ കോടതി കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്തെ 70 സെന്റ് ഭൂമി പുതിയ കോടതി സമുച്ചയത്തിനായി ജുഡീഷ്യൽ വകുപ്പിന് ഉപയോഗിക്കാൻ അനുവദിച്ചാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ തന്നെ നിലനിർത്തിയാണ് ഉപയോഗാനുമതി. കെ.പി. നൌഷാദ് അലി എം.എൽ.എയുടെ ഇടപെടലിനെ തുടർന്നാണ് സാങ്കേതിക കുരുക്കുകൾ അഴിച്ചത്. ഏകദേശം 140 വർഷത്തോളം പഴക്കമുള്ള നിലവിലെ പ്രധാന കോടതി കെട്ടിടം ഗുരുതരമായ ബലക്ഷയം നേരിട്ടതിനെ തുടർന്ന് കോടതി ഇപ്പോൾ മറ്റൊരു താൽക്കാലിക കെട്ടിടത്തിലെ പരിമിതമായ സൗകര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. പഴയ കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും സുരക്ഷാ പ്രശ്നങ്ങളും പുതിയ കോടതി സമുച്ചയത്തിന്റെ ആവശ്യകത വർഷങ്ങളായി ശക്തമാക്കിയിരുന്നു. കാലപ്പഴക്കത്തെ തുടർന്ന് കോടതി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ഥിതി പിന്നീട് ഗുരുതരമായി. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും ഇവിടെ കോടതി പ്രവർത്തനം തുടരുന്നത് കോടതിയിലെത്തുന്നവരുടെ സുരക്ഷയ്ക്കും കോടതിയിലെ വിലപ്പെട്ട രേഖകൾക്കും അപകട സാധ്യത സൃഷ്ടിക്കുമെന്നും PWD തലത്തിൽ വിലയിരുത്തലുണ്ടായി. മേൽക്കൂര ചോർച്ച, കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ, രേഖകളുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളും വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു. തുടർന്നാണ് കോടതി താലൂക്ക് ഓഫീസിന് എതിർവശത്തുള്ള താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റിയത്. എന്നാൽ ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യമില്ലാത്ത ഈ കെട്ടിടത്തിലെ പരിമിതികൾക്കിടയിലാണ് കോടതി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കോടതിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും അഭിഭാഷകരെയും ജീവനക്കാരെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന അസൗകര്യങ്ങൾ പുതിയ കോടതി കെട്ടിടത്തിനായുള്ള ആവശ്യം കൂടുതൽ ശക്തമാക്കി. പഴയ കോടതി നിലനിൽക്കുന്ന ഭൂമി റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥയിലായിരുന്നതിനാൽ പുതിയ കോടതി കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഭൂമിയുടെ ഉപയോഗാനുമതി ജുഡീഷ്യൽ വകുപ്പിന് ലഭ്യമാക്കുക എന്നത് പ്രധാന കടമ്പയായി മാറി. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ തമ്മിൽ വർഷങ്ങളായി കത്തിടപാടുകളും ഫയൽ നടപടികളും നടന്നുവരികയായിരുന്നു. വർഷങ്ങളായി വിവിധ വകുപ്പുകൾക്കിടയിൽ നീങ്ങിയിരുന്ന ഫയൽ നടപടികൾക്ക് വേഗം നൽകുന്നതിനാണ് പിന്നീട് എം.എൽ.എയുടെ നേതൃത്വത്തിൽ അടിയന്തര ഇടപെടലുകൾ നടന്നത്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് എം.എൽ.എയുടെ നേതൃത്വത്തിൽ പൊന്നാനിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ഓഗസ്റ്റ് 11 തിരുവനന്തപുരത്ത് വിവിധ വകുപ്പ് മന്ത്രിമാരെയും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളെയും നേരിൽ കണ്ടു. വർഷങ്ങളായി നീളുന്ന ഫയൽ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും കോടതി സമുച്ചയത്തിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു. എന്നാൽ സർക്കാർ ഉത്തരവിറങ്ങിയതോടെ കോടതി കെട്ടിടത്തിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയായിട്ടില്ല. എം.എൽ.എ വ്യക്തമാക്കുന്നതനുസരിച്ച് കോടതി കെട്ടിട നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ നീക്കിവച്ചിരിക്കുന്ന 45 കോടി രൂപയുടെ തുടർ നടപടികൾ പൂർത്തിയാക്കി തുക പാസാക്കിയെടുക്കുക എന്നതാണ് ഇനി ആദ്യത്തെ കടമ്പ. ഈ നടപടിയും അതിവേഗം പൂർത്തിയാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചതായി എം.എൽ.എ അറിയിച്ചു. റവന്യൂ ഉത്തരവിറങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി PWD ബിൽഡിംഗ് വിഭാഗത്തിൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ എം.എൽ.എ വിളിച്ചു ചേർത്തു. 45 കോടി രൂപയുടെ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനാവശ്യമായ തുടർ നടപടികൾ ഓരോന്നായി വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സം നീങ്ങിയതോടെ പുതിയ കോടതി സമുച്ചയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികളൊന്നാണ് തുറന്നിരിക്കുന്നത്. 45 കോടി രൂപയുടെ സാമ്പത്തിക നടപടികളും നിർമ്മാണത്തിന് മുന്നോടിയായുള്ള സാങ്കേതിക ഭരണപരമായ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് അടുത്ത ലക്ഷ്യം.